കായംകുളം കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ടീം ചാരിറ്റി കായംകുളത്തിന്റെ നേതൃത്വത്തിൽ ഒരു വർഷം നീണ്ടുനിൽക്കുന്ന ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായി ജീവിതമാണ് ലഹരി, ലഹരിയല്ല ജീവിതം എന്ന മുദ്രാവാക്യമുയർത്തി രണ്ടാം ഘട്ട ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടിക്ക് തുടക്കം കുറിച്ചു. ഇതിനോടനുബന്ധിച്ച് വിവിധ പരിപാടികൾ നടത്തി. സാമൂഹിക സാംസ്കാരിക ജീവകാരുണ്യ പ്രവർത്തന മേഖലയിൽ കായംകുളം കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ടീം ചാരിറ്റി കായംകുളത്തിന്റെ നേതൃത്വത്തിൽ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ലഹരി വിരുദ്ധ ക്യാമ്പയിൻ സംഘടിപ്പിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി ജീവിതമാണ് ലഹരി, ലഹരിയല്ല ജീവിതം എന്ന മുദ്രാവാക്യം ഉയർത്തി രണ്ടാം ഘട്ട ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. ഇതിന്റെ ഭാഗമായി സന്ദേശം നൽകൽ, പ്രതിജ്ഞയെടുക്കൽ, ലഘുലേഖ വിതരണം എന്നിവയാണ് പ്രധാനമായും സംഘടിപ്പിച്ചത്. നമ്മുടെ നാട്ടിൽ മാത്രമല്ല, കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്ത് മൊത്തം ഇന്ന് ലഹരിക്ക് അടിമപ്പെടുന്ന ഒരു പറ്റം യുവാക്കളെ, യുവതികളെ നമുക്ക് കാണാൻ കഴിയും. മുമ്പ് ലഹരി ഉപയോഗം ഒരു പരിധിവരെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുമായിരുന്നു എങ്കിൽ ഇന്ന് ലഹരി ഉപയോഗം നമ്മുടെ നാടിനെ മാത്രമല്ല നമ്മുടെ കുടുംബങ്ങളെ തന്നെ അപകടത്തിലാക്കുന്ന തരത്തിലുള്ള ഭീകരമായ അന്തരീക്ഷം നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, തിരുവനന്തപുരത്ത് വെഞ്ഞാറമൂട്ടിൽ ഒരു 10-30 വയസ്സിന് താഴെയുള്ള ചെറുപ്പക്കാരൻ ഒരു കുടുംബത്തിലുള്ള മാതാപിതാക്കളെ ഉൾപ്പെടെയുള്ളവരെ അതിദാരുണമായി കൊലപ്പെടുത്തിയ സംഭവം നമുക്കറിയാം. അത്തരത്തിലുള്ള നിരവധി സംഭവങ്ങൾ നിത്യേന പത്രമാധ്യമങ്ങളിലൂടെ നമ്മൾ അറിയുന്നു, കേൾക്കുന്നു എന്ന് മാത്രമല്ല, നമ്മുടെ വീടിന് മുന്നിൽ തന്നെ പല പ്രശ്നങ്ങളും നടക്കുന്നതായി കാണുകയും അത്തരത്തിലുള്ള പ്രതിസന്ധികൾ നമ്മൾ നേരിടുകയും ചെയ്യുകയാണ്. അത്തരത്തിലുള്ള പ്രതിസന്ധികൾ നമ്മുടെ നാടിനെ വിഴുങ്ങുമ്പോൾ അതിനെതിരെ ശക്തമായ പ്രതികരണവുമായി, പ്രതിഷേധവുമായി, ബോധവൽക്കരണവുമായി ഇത്തരത്തിലുള്ള ടീം ചാരിറ്റി പോലെയുള്ള സംഘടനകൾ രംഗത്ത് വരുന്നത് നമ്മുടെ നാടിന്റെ സുരക്ഷിതത്വത്തിന് വേണ്ടിയുള്ള ഒരു വലിയ പ്രതിരോധമാണ്. ടീം ചാരിറ്റി കായംകുളം കോർഡിനേറ്റർ നസീർ കായംകുളത്തിന്റെ അധ്യക്ഷതയിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണം, പ്രതിജ്ഞ എന്നിവയുടെ ഉദ്ഘാടനം കായംകുളം ട്രാഫിക് വിഭാഗം സബ് ഇൻസ്പെക്ടർ AM നിസാം നിർവഹിച്ചു. ആദ്യം നമ്മൾ ലഹരി മാഫിയ നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട്. അതിൻ്റെ കാരണമാണിത്. കാരണം ആദ്യം ഫ്രീ ആയിട്ട് കൊടുത്ത് അവരെ വശീകരിച്ച് കഴിയുമ്പോഴത്തേക്ക് അവർക്ക് അച്ഛനും അമ്മയൊന്നും വേണ്ട. അവർക്ക് പ്രധാനമായിട്ട് അവരുടെ ബെസ്റ്റിയായിട്ടുള്ളത് അവരുടെ ഇത് കൊടുക്കുന്ന ആൾക്കാരാണ്. അവസാനം വരുമ്പോഴത്തേക്ക് ആദ്യം ഫ്രീ ആയിട്ട് കൊടുത്തവർ പിന്നെ പൈസ ആവശ്യം വരും. പൈസ ആവശ്യം വരുമ്പോഴത്തേക്ക് വീട്ടുകളിൽ തിരക്കും, വീട്ടിൽ കിട്ടാതെ വരുമ്പോഴത്തേക്ക് പിന്നെ മോഷണം നടക്കും. അങ്ങനെ കേസിലെ പ്രതികളായി തീരുവാണ്. നിങ്ങളുടെ ഈ വളരെ നല്ലൊരു കാര്യമാണ് നടക്കുന്നത്. അതിൻ്റെ മെയിനായിട്ടുള്ള പ്രധാന 23-ാം തീയതി നമ്മുടെ TA കൺവെൻഷൻ സെൻ്ററിൻ്റെ മെയിൻ ഉദ്ഘാടനം നടക്കുന്നുണ്ട്. എല്ലാവരും ഇതിന് പങ്കാളികളാകുക. മയക്കുമരുന്ന്, പുകയില, പാൻ മസാല തുടങ്ങിയ ലഹരി പദാർത്ഥങ്ങൾ വ്യക്തികളെയും കുടുംബങ്ങളെയും കുട്ടികളെയും ആരോഗ്യപരമായും സാമ്പത്തികമായും സാമൂഹ്യപരമായും സാംസ്കാരികപരമായും നശിപ്പിക്കുന്ന സാമൂഹ്യ വിപത്താണ്. ജീവകാരുണ്യ പ്രവർത്തകനായ പ്രഭാഷ് പാലാഴി ലഹരി ബോധവൽക്കരണ സന്ദേശം നൽകി. നമുക്കറിയാം, വിദേശത്ത് മാത്രം കണ്ടുവന്ന ചില കൂട്ട കൊലപാതകങ്ങൾ നമ്മുടെ ഈ സാംസ്കാരിക കൊച്ചു കേരളത്തിൽ നടമാടുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായപ്പോഴാണ് നമ്മുടെയൊക്കെ കുടുംബങ്ങളിലേക്ക് ഈ രാസലഹരിയുടെ മഹാവിപത്ത് കടന്നു വരുന്ന വിവരം നാം ഓരോരുത്തരും ബോധവാന്മാരായിരിക്കുകയാണ്. ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിലും മദ്യവിരുദ്ധ പ്രവർത്തനങ്ങളിലും പങ്കെടുക്കുന്ന ആരും തന്നെ ഈ ലഹരി ഉപയോഗിക്കുന്നവരല്ല. ഇവിടെ ഈ പ്ലക്കാർഡുമായി നിലകൊള്ളുന്ന, ഈ ഒരു വലിയ സന്ദേശത്തിന് വേണ്ടി നിലകൊള്ളുന്ന ആരും തന്നെ ലഹരി ഉപയോഗിക്കപ്പെടുന്നവരല്ല. എന്നാൽ ഈ ഒരു സന്ദേശം നമ്മുടെ സമൂഹത്തിൽ ആകമാനം പ്രചരിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇങ്ങനെയുള്ള ടീം ചാരിറ്റിയെ പോലെയുള്ള സംഘടനകൾ സടകുടഞ്ഞെഴുന്നേൽക്കുന്ന ഒരു കാഴ്ചയാണ് കഴിഞ്ഞ ഒരു മാസക്കാലമായി നമുക്ക് കാണാൻ കഴിയുന്നത്. ലഘുലേഖ വിതരണത്തിന്റെ ഉദ്ഘാടനം അബ്ദുൾ റഷീദ്, ഷെഫീഖ് എന്നിവർ ചേർന്ന് നിർവഹിച്ചു. ജീവകാരുണ്യ പ്രവർത്തകരായ അബു ജനത, ഹുസൈൻ AHM, ആറ്റക്കുഞ്ഞ്, ഷിഹാബുദ്ദീൻ, YSR ഷാഹുൽ ഹമീദ്, മാഹിൻ മഹ്ഫിൽ, സ്മൃതി സൂസൻ, ഹക്കിം, സീനത്ത്, ബഷീർ, സുലു ബിനു, വൈഷാജഹാൻ, ബദർ, സജീർ കുന്നുകണ്ടം, സിനി, പുഷ്പമണി, മിനി എന്നിവർ സംസാരിച്ചു. ഞായറാഴ്ച കായംകുളത്ത് DYSP ബാബുക്കുട്ടന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ലഹരിമുക്ത കായംകുളം എന്ന കൂട്ടായ്മയ്ക്കും തുടർ പരിപാടികൾക്കും എല്ലാവിധ ഐക്യദാർഢ്യവും സഹായവും സഹകരണവും നൽകുമെന്ന് ടീം ചാരിറ്റി ഭാരവാഹികൾ പറഞ്ഞു. CDNet ന്യൂസ്, കായംകുളം.